ഉയർത്തി വീശിക്കൊണ്ട് യേശുവേ ഇതെത്ര 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 കുന്നംകുളത്തെ ലോട്ടസ് പാലസിൽ നടന്ന മീറ്റിംഗിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരു ഇരിപ്പിടം ഉറപ്പുവരുത്തുക, വേഗത്തിൽ ഇരിക്കുക. ആദ്യോടന്തം ഇന്നത്തെ ആലോചന കേൾക്കാൻ മറക്കരുത്. കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു. ടെറ്റലസ്റ്റായി. ആമേൻ. കർത്താവെല്ലാം ചെയ്തു കഴിഞ്ഞു. അയ്യോ, നിങ്ങൾ ഇത്ര പേര് ആമേൻ പറയാനുള്ളൂ. ഒന്ന് കരമടിച്ച് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേരെ. കർത്താവ് സകലവും ചെയ്തു കഴിഞ്ഞു. ഒച്ചത്തിൽ പറഞ്ഞേ, കർത്താവ് സകലവും ചെയ്തു കഴിഞ്ഞു. ഈ കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ലേഖനങ്ങളും കാര്യങ്ങളും പഠിക്കുമ്പോഴാണ്, ഈ സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ലേഖനങ്ങൾ പഠിക്കുമ്പോഴാണ് ഒത്തിരി ആശയങ്ങൾ ചെയ്ത് കഴിഞ്ഞതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഒന്ന് രണ്ട് വാക്യങ്ങൾ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചിട്ട് ഇന്നത്തെ പ്രധാന ദൂതിലേക്ക് ഞാൻ വരികയാണ്. 2-ാം വാക്യം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവേ എന്നെ ഇന്ന് അനുഗ്രഹിക്കണേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? ഒന്ന് കൈ ഉയർത്തിക്കേ. കർത്താവേ എന്നെ ഇന്ന് അനുഗ്രഹിക്കണേ എന്ന് ആഗ്രഹമോ പ്രാർത്ഥനയോ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കരം ഉയർത്തിക്കേ. ആരുമില്ല. എല്ലാവരുടെയും ആഗ്രഹമാണ്, കർത്താവേ ഇന്ന് നീ എന്നെ അനുഗ്രഹിക്കണേ. പക്ഷെ അതല്ല സത്യം. ബൈബിൾ പറയുന്ന സത്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കി. എഫേസ്യ ലേഖനം 1-ന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കി. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അനുഗ്രഹിച്ചിരിക്കുന്ന, അനുഗ്രഹിക്കാൻ പോകുന്നല്ല, അനുഗ്രഹിച്ചിരിക്കുന്നു. പറഞ്ഞാട്ടെ, അനുഗ്രഹിച്ചിരിക്കുന്നു. ഓ, മിണ്ടുന്നില്ലല്ലോ. വായി തുറന്ന് പറഞ്ഞേ, അനുഗ്രഹിച്ചിരിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവ് എന്നോട് പറയുക, എന്നെ അത് ചെയ്തു കഴിഞ്ഞു ഞാൻ. ഹല്ലേലൂയ. ഞാൻ നിന്നെ എന്നെ അനുഗ്രഹിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞ ഇന്ന് ആദ്യ ആ വാക്ക് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവ് ഇന്ന് എന്നെ അനുഗ്രഹിക്കണേ. കർത്താവ് പറയുന്നത് എന്താണെന്നറിയും, എന്നേ ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗത്തിലെ ഏതിനാലും അനുഗ്രഹിച്ചതെന്ന് നോക്കിയാൽ, സ്വർഗത്തിലെ വിത്ത് ഓൾ ദ ഹെവൻലി ബ്ലെസ്സിംഗ്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവും പിതാവ് ദൈവവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. താഴേക്ക് നിങ്ങൾ വായിച്ചു നോക്കി. 2-ാമത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു പ്രധാന ഭാഗമാണ്, കർത്താവേ എന്നെ ഒന്ന് വിശുദ്ധനാക്കണമേ. അല്ലേ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്, കർത്താവേ എന്നെ ഒന്ന് വിശുദ്ധനാക്കണമേ. 3-ാം വാക്യം നിങ്ങളൊന്ന് കേട്ടെ. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ അവനിൽ തെരഞ്ഞെടുത്തു. ആണ്ട കിടക്കുന്നു. നമ്മളിന്ന് വിശുദ്ധരാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ അവനിൽ വിശുദ്ധരാക്കിയെന്ന്. ആണ്ട കിടക്കുന്നു. എത്ര പേരെന്നെ കേൾക്കുന്നു? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. കർത്താവേ ഒരു പടി കൂടെ എന്നെ വിശുദ്ധനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ വചനം പറയാണ്, ലോകസ്ഥാപനത്തിന് മുമ്പേ, ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്, ലോകത്തിന് അടിത്തറ ഇടുന്നതിന് മുമ്പേ നിന്നെ വിശുദ്ധനാക്കി കഴിഞ്ഞു. ഹല്ലേലൂയ. വിശുദ്ധനും നിഷ്കളങ്കനുമാകെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. 3-ാം വാക്യം, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധനും നിഷ്കളങ്കനുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തിരിക്കുകയും. ഓരോ കാര്യങ്ങളും നിങ്ങൾ നോക്കിയോ, കഴിഞ്ഞ കാര്യങ്ങൾ മുഴുവൻ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-3 മുതൽ ഏതാണ്ട് 11 വരെയുള്ള വാക്യത്തിനകത്ത് കഴിഞ്ഞ കാര്യം 10 ഞാനിപ്പോൾ വിട്ട് അടിവരയിട്ട് കാണിക്കാം. പെട്ടെന്ന് പെട്ടെന്ന് പറയാം, നിങ്ങൾക്ക് അത് വേഗം ശ്രദ്ധിച്ചു കേട്ടു. അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവ് പറയുക, സ്വർഗത്തിലെ മുഴുവൻ ആത്മീയ അനുഗ്രഹത്താലും ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. കർത്താവ് എന്നെ ഇന്ന്
വിശുദ്ധനാക്കണേ എന്ന് പറയുമ്പോഴേ കർത്താവ് എന്നോട് പറയുക, നീ ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ എന്നിൽ നിന്നെ വിശുദ്ധനാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ലോകത്തിന് അടിത്തറ ഇടുന്നതിന് മുമ്പേ, ലോകത്തിൽ നീ വരുന്നതിന് മുമ്പേ, നിന്റെ അമ്മ പിണ്ടാകാരമാകുന്നതിന് മുമ്പേ, നിന്റെ അപ്പൻ പിണ്ടാകാരമാകുന്നതിന് മുമ്പേ, നിനക്ക് ജനനം നൽകുവാൻ നിന്റെ അപ്പനും അമ്മയും പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ നിന്നെ എന്നിൽ വിശുദ്ധനാക്കേണ്ടിയിരിക്കുകയാണ്. ഹല്ലേലൂയ. കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തോ. ഹല്ലേലൂയ. അടുത്ത കേട്ടെ, കർത്താവേ എന്നെ തെരഞ്ഞെടുക്കണമേ. യേശു പറയുന്നത് എന്താന്ന് നോക്കി, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തിരിക്കുന്നു. പറഞ്ഞാട്ടെ, തെരഞ്ഞെടുത്തിരിക്കുന്നു. ഒന്നുറക്കെ പറഞ്ഞേ, അനുഗ്രഹിച്ചിരിക്കുന്നു, വിശുദ്ധരാക്കിയിരിക്കുന്നു, നിഷ്കളങ്കരാക്കിയിരിക്കുന്നു, തെരഞ്ഞെടുത്തിരിക്കുന്നു. പറഞ്ഞാട്ടെ, തെരഞ്ഞെടുത്തിരിക്കുന്നു. ഒച്ചത്തിൽ പറഞ്ഞേ, തെരഞ്ഞെടുത്തിരിക്കുന്നു. 5-ാം വാക്യം നോക്കി, അവൻ പ്രിയനായവരിൽ നമുക്ക് സൗജന്യമായി നൽകിയ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. പറഞ്ഞാട്ടെ, മുൻ നിയമിച്ചിരിക്കുന്നു. അനുഗ്രഹിച്ചിരിക്കുന്നു. പറഞ്ഞാട്ടെ, അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ പദം പറയാതെ നിങ്ങളുടെ ഉള്ളിലേക്ക് അത് വീഴുകയില്ല. തെറ്റലസ്റ്റായി എന്നതിന്റെ ആശയമാണ് ഞാൻ വിശദീകരിക്കുന്നത്. കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ മതത്തിന്റെ ചോദ്യങ്ങൾ മുമ്പോട്ട് വരും. വാട്ട് ടു ഡു, വാട്ട് നോട്ട് ടു, ഇനി എന്ത് ചെയ്യണം, ഇനി എന്ത് ചെയ്യാതിരിക്കണം. ഇന്ന് എന്താ കേൾക്കാൻ പോകുന്നതെന്ന് വളരെ ക്ലാരിറ്റി കേട്ടോ. എന്താ കേൾക്കുകയും വിശ്വസിക്കുന്നതെന്ന് കേട്ട് അറിഞ്ഞിട്ട് മാത്രമേ വിശ്വസിക്കാവുള്ളൂ. വെറുതെ ഏതോ അബദ്ധവഞ്ചാക്കത്തിന്റെ പുറകെ ഇറങ്ങിത്തിരിക്കരുത്. എന്താ കേൾക്കാൻ പോകുന്നതെന്ന് വിശ്വസിച്ചു. നിന്നെ അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാ, കർത്താവേ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കണേ എന്ന് പറയുമ്പോഴേ കർത്താവ് പറയാ, ഞാൻ ചെയ്തത് അറിയാതെ എൻ്റെ മോൻ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഞാൻ ചെയ്തത് അറിഞ്ഞായിരുന്നെങ്കിൽ അവൻ പറഞ്ഞേനെ, അനുഗ്രഹിച്ചിരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. തെരഞ്ഞെടുത്തിരിക്കുന്നതിനായി സ്തോത്രം, ദത്തെടുത്തിരിക്കുന്നതിനായി സ്തോത്രം, മുൻ നിയമിച്ചിരിക്കുന്നതിനായി സ്തോത്രം, വിശുദ്ധനാക്കിയിരിക്കുന്നതിനായി സ്തോത്രം, വീണ്ടെടുപ്പ്. ഹല്ലേലൂയ. കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി നമ്മെ സ്നേഹത്തിൽ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. 6-ാം വാക്യം, അവനിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവനത് നമുക്ക് ധാരാളമായി കാണിച്ച കൃപാ ധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. പറഞ്ഞാട്ട്, നൽകിയിരിക്കുന്നു. ഈ ഭാഗങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. അനുഗ്രഹിച്ചിരിക്കുന്നു, ദത്തെടുത്തിരിക്കുന്നു, നൽകിയിരിക്കുന്നു, മുൻ നിയമിച്ചിരിക്കുന്നു, ഇരിക്കുന്നു, ചെയ്തു കഴിഞ്ഞു, ചെയ്തു കഴിഞ്ഞു. വായി തുറന്ന് പറ, ചെയ്തു കഴിഞ്ഞു. ഓരോ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതൊന്നും ഇനി ചെയ്യാനുള്ളതല്ല, ചെയ്തു കഴിഞ്ഞതാണ്. പറഞ്ഞാട്ടെ, ചെയ്തു കഴിഞ്ഞു. 13-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം നോക്കിക്കേ. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടും എന്നല്ല, മുദ്രയിട്ടിരിക്കുന്നു. ഹലോ. അനുഗ്രഹിച്ചിരിക്കുന്നു. പറഞ്ഞേ, അനുഗ്രഹിച്ചിരിക്കുന്നു, വീണ്ടെടുത്തിരിക്കുന്നു, തെരഞ്ഞെടുത്തിരിക്കുന്നു, മുൻ നിയമിച്ചിരിക്കുന്നു, ദത്തെടുത്തിരിക്കുന്നു. നിങ്ങൾ വായി തുറന്ന് പറയുന്നില്ല. ദത്തെടുത്തിരിക്കുന്നു, മുദ്രയിട്ടിരിക്കുന്നു, മുൻ നിയമിച്ചിരിക്കുന്നു. ഓ മൈ ഗാഡ്. ഹല്ലേലൂയ. താഴേക്ക് നിങ്ങൾ ഓരോന്ന് വായിച്ചാലറിയാം. എന്നിട്ട് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. ഇതൊക്കെയാ സംഭവം. ഈ മേളിൽ പറഞ്ഞൊക്കെയാ സംഭവം. നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു, നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു, നിങ്ങളെ മുൻ നിയമിച്ചിരിക്കുന്നു, മുൻ അറിയിച്ചിരിക്കുന്നു. ഇതൊക്കെയാ സത്യം. പക്ഷെ ഈ സത്യം അറിയണമെങ്കിൽ അതായിരുന്നു നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ആ വാക്യം പെട്ടെന്ന് ഞാൻ ശ്രദ്ധിക്കാം. നമുക്കതിലേക്ക് വരാം. നിങ്ങളെ ഓർത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ്. എന്തിനാ പൗലോസ് പ്രാർത്ഥിക്കുന്നത്? പൗലോസിന്റെ പ്രാർത്ഥന 16-ാം വാക്യം നിങ്ങൾ നോക്കി. നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാം കർത്താവ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കാത്തത്രയും കാലം ഈ ചെയ്തു കഴിഞ്ഞതൊന്നും നിങ്ങൾക്ക് കാണാൻ ഒക്കത്തില്ല. എത്ര പേരെന്നെ കേൾക്കുന്നു? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു. ഒന്ന് രണ്ട് പേർക്കൊന്ന് കരം കൊടുത്ത് വേണമെങ്കിൽ ആ സത്യം ഒന്ന് വിളിച്ചു പറഞ്ഞു. കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു. ധൈര്യമായിട്ട് പറഞ്ഞു. അടുത്തിരിക്കുന്ന ആൾ വിരോധിച്ചാലും കുഴപ്പമില്ല, വിരോധിച്ചില്ലേലും കുഴപ്പമില്ല. ധൈര്യമായിട്ട് കരം കൊടുത്ത് പറഞ്ഞു, കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു, കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു, കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ അടുത്ത നിങ്ങൾ കേൾക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആലോചന, കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഹൃദയക്കണ്ണ് തുറന്നവനെ കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞത് കാണുകയും അനുഭവിക്കുകയും ചെയ്യുകയുള്ളൂ. അല്ലാത്ത പറഞ്ഞുകൊണ്ടിരിക്കുക ഈ ദൈവം എത്ര ക്രൂരനാണോ. 2013 ജനുവരി കടന്നുപോയി, ഫെബ്രുവരി വന്നല്ലോ, ഈ ദൈവം എന്നോട് ഇങ്ങനെ ഇടപെടുന്നേ. പക്ഷെ കണ്ണ് തുറന്നവും പറയും, ഒന്നും ഞാൻ കാണുന്നില്ലെങ്കിലും അതിന്റെ മധ്യത്തിൽ എനിക്ക് വ്യക്തമായിട്ട് അറിയാം, എന്റെ കർത്താവ് സകലവും ചെയ്തു കഴിഞ്ഞു. കരമടിച്ചു നാർത്ത് വിളിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചു. എന്റെ കർത്താവ് സകലവും ചെയ്തു കഴിഞ്ഞു, ചെയ്തു കഴിഞ്ഞു, ചെയ്തു കഴിഞ്ഞു, ചെയ്തു കഴിഞ്ഞു. ഇന്ന് കുന്നംകുളത്ത് ഉയർന്നു നിൽക്കുന്ന
എന്ത് നീ ചെയ്യുന്നോ അതാ നീ എന്ന മതത്തിന്റെ ചിന്തയ്ക്ക് നേരെ സത്യവചനത്തിന്റെ യഥാർത്ഥ ഉപദേശവുമായി ഇവിടെ ഇതാ അഭിഷേകത്തോടെ ഒരു കൂട്ടം എഴുന്നേറ്റ് വരുന്നു. അവര് പറയുന്നു, എന്ത് നീ ചെയ്യുന്നോ അതല്ല, എന്ത് യേശു ചെയ്തോ അതാ ഞാൻ. എന്ത് യേശു ചെയ്തോ അതാ ഞാൻ. എന്ത് ഞാൻ ചെയ്തോ അതല്ല ഞാൻ. എന്ത് ഞാൻ വിശ്വസിച്ചോ അതാ ഞാൻ. ഹല്ലേലൂയ. സകല മതങ്ങളും പറയുന്നത് നീ അത് ചെയ്താൽ നിനക്ക് ഇത് കിട്ടുമെന്ന. പക്ഷെ യേശു പറഞ്ഞത് നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തു എന്ന്. നിനക്ക് പകരം നീ ചെയ്യേണ്ടത് ഞാൻ ചെയ്തുവെന്ന് നീ ഒന്ന് വിശ്വസിച്ചാൽ, വിശ്വസിക്കുമ്പോഴേ എൻ്റെ നന്മ നിന്റെ പക്കലെത്തുകയാണ്. ഓ, ഇന്ന് എൻ്റെ അകത്തെ പ്രാർത്ഥന ചെയ്താ, കർത്താവ് എല്ലാവരുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. കർത്താവ് ചെയ്തു വെച്ചത് കണ്ണു തുറന്ന് കണ്ട് കയ്യിൽ പിടിച്ച്, ഓ അത് കേട്ടാ പോരാ, അതിനെ തൊട്ടാ പോരാ, അതിനെക്കുറിച്ച് അറിഞ്ഞാ പോരാ, ഇന്നത് പ്രാപിച്ച് ഞാൻ അടങ്ങത്തുള്ളൂ. കർത്താവേ, അതിനുവേണ്ടി എൻ്റെ ഹൃദയ ദൃഷ്ടിയെ ഇന്ന് രാത്രി ഒന്ന് തുറക്കണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? എത്ര പേര് പ്രാർത്ഥിക്കും? പ്രാർത്ഥിക്കുന്നവര് മാത്രം കരങ്ങളെ അടിച്ച് ഒന്നാർത്ത് വിളിച്ച് കർത്താവിനെ സ്തുതിച്ചു. ഹല്ലേലൂയ. ഇത് അറിയുന്നിടം വരെ ഹല്ലേലൂയ. ഞാൻ എഫെസ് ലേഖനം മുഴുവൻ വായിച്ചു. അതിശയിപ്പിച്ച ചില യാഥാർത്ഥ്യങ്ങൾ എന്നെ ഇവിടെ ഞെട്ടിപ്പിച്ചു. ആ ഞെട്ടിപ്പിച്ച ചില യാഥാർത്ഥ്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഇവിടെ ഒരൊറ്റ മെറ്റീരിയൽ വിഷയത്തിന് വേണ്ടി പോലും അപ്പോസ്തലനായ പൗലോസ് ആൾക്കാരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല. അവർക്ക് എല്ലാവർക്കും വീടൊന്നും ഇല്ലായിരുന്നായിരിക്കാം, പക്ഷെ വീടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല. അവർക്ക് എല്ലാവർക്കും സഞ്ചരിക്കാൻ വാഹനങ്ങളുണ്ടോ എനിക്കറിയത്തില്ല, പക്ഷെ അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാം. നോ മെറ്റീരിയൽ സബ്ജക്റ്റ് ഈസ് റിട്ടൺ ഫോർ പ്രയർ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരൊറ്റ മെറ്റീരിയലിസ്റ്റിക് വിഷയങ്ങൾ എഴുതി വെച്ചിട്ടില്ല. ഭൗതികമായ ഒരൊറ്റ വിഷയത്തിന് വേണ്ടി പോലും എഫെസ് ലേഖനത്തിൽ പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ നീ സകലവും ചെയ്തു വെച്ചു. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും എന്നെ അനുഗ്രഹിച്ചു. പ്രിയനായവനിൽ എന്നെ ദത്തെടുത്തു. അവനിൽ എന്നെ മുൻ നിയമിച്ചു. അവനിൽ എനിക്ക് ധാരാളമായി കൃപാമഹത്വം ചെയ്തു. അവനിൽ എനിക്കെല്ലാം വെച്ചു. എൻ്റെ കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, നീ ചെയ്ത് കഴിഞ്ഞതല്ല ഈ എഫെസോസിലെ ആൾക്കാര് ദൃഷ്ടി പ്രകാശിച്ചിട്ട് കണ്ണു തുറന്ന് ഒന്ന് കാണാനിടയാകണം. ഓ, അടുത്ത പദം പൗലോസ് ഇങ്ങനെ പറഞ്ഞു, അത് വല്ലവനും കണ്ടാൽ ആ കണ്ടവന് വേണ്ടി, വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയാൻ പോവുകയാണ്. കർത്താവെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന ആശയം ഒരാശയമാ പലർക്കും. പക്ഷെ ഇതെനിക്കൊരാശയമല്ല, ഇതെനിക്കൊരനുഭവമാണ്. ഏതാണ്ട് 48 മണിക്കൂറുകൾ അടുപ്പിച്ച് 3 ഘട്ടമായിട്ടുള്ള ദൈവത്തിന്റെ ഇടപെടലിലൂടെ കർത്താവിനെ 3 മേഖലകളിലൂടെ കാണിച്ച് പഠിപ്പിച്ച ഒരു യാഥാർത്ഥ്യമാണ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഞാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി ആരും ഒന്നും ചെയ്യണ്ട. ഞാൻ ചെയ്തു കഴിഞ്ഞത് കാണാൻ കണ്ണു തുറന്ന ഒരു തലമുറ, ഞാൻ ചെയ്തു കഴിഞ്ഞത് കേൾക്കാൻ ചെവി തുറന്ന ഒരു തലമുറ, ഞാൻ ചെയ്തു കഴിഞ്ഞതിനെ പ്രാപിക്കാൻ. ഓ, ഇന്ന് ഈ ആലോചന പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പല അഴിയാത്ത കെട്ടുകളും അഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, പല ബന്ധന കയറുകളും പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഇന്നും നീ അതഴിയാൻ വേണ്ടി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഇന്ന് നീ ഒന്നും ചെയ്യണ്ട, ഇവിടെ ഇരുന്നങ്ങ് വിശ്വസിച്ചാൽ മതി. വിശ്വസിക്കുന്ന സമയത്ത് തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതേത് ശക്തിയാണെന്നറിയോ? എല്ലാം പൂർത്തീകരിച്ചിട്ട് നിന്റെ അകത്ത് ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞടാ എന്ന് തെളിയിക്കാനായി കേറിയിരിക്കുന്ന യേശുവിന്റെ മഹത്വം. ഓ, ഗ്ലോറി ടു ലോർഡ് ജീസസ്. ഓ, ഈ ആലോചന പറയുമ്പോൾ തന്നെ എനിക്ക് അറിയാനായിട്ട് കഴിയുന്നു, കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞ കർത്താവ് കണ്ണ് തുറന്ന് ഒരുത്തൻ ഇത് കാണുന്നത് കാത്തിരിക്കുക. അല്ല ഇവിടെ പൗലോസ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തിനാ പൗലോസ് പ്രാർത്ഥിക്കുന്നത്? കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു, പക്ഷെ ഈ സത്യം കണ്ണ് തുറന്ന ആൾക്കാർ കണ്ടിട്ടില്ല. ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഓ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാനതിൻ്റെ കുറച്ച് ആഴങ്ങൾ വേഗത്തിൽ നിങ്ങളുമായിട്ടൊന്ന് പെട്ടെന്ന് സംസാരിക്കാം. ശ്രദ്ധിച്ചു കേട്ടോ. കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു, പക്ഷെ എവിടെയാ അത് ചെയ്തു കഴിഞ്ഞത്? എന്തുകൊണ്ടാണ് ഇന്നത് നഗ്നനേത്രങ്ങൾ കൊണ്ട് നിങ്ങൾക്കും എനിക്കും കാണാൻ കഴിയാത്തത്? കർത്താവ് ചെയ്തു കഴിഞ്ഞത് ഈ ഭൗതിക മേഖലയിലല്ല, കർത്താവ് ചെയ്തു കഴിഞ്ഞത് ആത്മീയ മേഖലയിലാണ്. വാഴ്ചകൾ, അധികാരങ്ങൾ, ശക്തികൾ, കർത്തൃത്വം, അടയാളം മുഴുവൻ ആ യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയത് ദൃശ്യലോകത്തിലല്ല. ഹലോ, അദൃശ്യലോകത്തിലാ. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ പറയാൻ, കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞത് ദൃശ്യലോകത്തിലല്ല,
അദൃശ്യലോകത്തിലാ. ഹലോ. പക്ഷേ ദൃശ്യലോകത്തിൽ ചലിക്കുന്ന ഓരോന്നിനും പുറകിൽ അദൃശ്യലോകത്തിന്റെ പിടിവലികളുണ്ട്. എത്ര പേരെ കേൾക്കുന്നു? ഹല്ലേലൂയ. അദൃശ്യലോകം നിയന്ത്രിക്കാത്ത ഒരു ദൃശ്യലോകമില്ല. കാണുന്നതിന് പിന്നിൽ കാണാത്ത കാരണങ്ങളുണ്ട്. ആ കാണാത്ത കാരണമാണ് നിന്റെ തകർച്ചയ്ക്ക് കാരണം. ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന വലിയ കാര്യത്തെ ഇപ്പൊ തന്നെ കേട്ടോ, വിശ്വസിച്ചോ, അത് ഇപ്പൊ തന്നെ പ്രാപിച്ചോ. ഇനി അതിനു വേണ്ടി കാത്തു നിൽക്കേണ്ട. അത് ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന കാര്യം ഇതാ. ഞാൻ എന്തെല്ലാം ചെയ്തു കഴിഞ്ഞോ സ്വർഗത്തിൽ, എന്തെല്ലാം ആത്മലോകത്തിൽ എന്തെല്ലാം ചെയ്തു കഴിഞ്ഞോ അത് ഒരാൾ വിശ്വസിക്കുന്നെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നവന് വേണ്ടി അക്ഷരിക ലോകത്തിൽ, പ്രസന്റ് വേൾഡിൽ, അവനായിരിക്കുന്ന പരിതസ്ഥിതിയിൽ ഞാൻ എന്തെല്ലാം ചെയ്തു കഴിഞ്ഞെന്ന് ഞാൻ തെളിയിക്കാൻ പോവാ. ഞാൻ തെളിയിക്കാൻ പോവാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഫിനിഷ്ഡ് വർക്ക് കഴിഞ്ഞ കർത്താവ് പറഞ്ഞ, പൂർത്തീകരണ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞ കർത്താവ് പറഞ്ഞ ഒരു പദമാണ് ഓൾ അതോറിറ്റി ഇൻ ഹെവൻ ആൻഡ് എർത്ത് ഈസ് ഗിവൻ ടു മീ. സ്വർഗത്തിലെയും ഭൂമിയിലെ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഫിനിഷ്ഡ് വർക്കിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും, യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയെ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും, തെറ്റലസ്റ്റായി എന്ന പദം ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയുന്ന ഏതു വ്യക്തിക്കും ഭൂമിയിലെ ഏത് അധികാരത്തിന്റെ മുമ്പിൽ മുട്ടുകൂത്താതെ തൻ്റെ ഇടത്തോടെ നെഞ്ചു നെറ്റിയും വിരിച്ചിട്ട് വിളിച്ചു പറയാം, അദൃശ്യ ലോകത്ത് സംഭവിച്ചത് ആനുകാലിക ലോകത്ത് കാണട്ടെ. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇറ്റ്സ് എ ട്രൂത്ത് അല്ലേ? പക്ഷെ ഈ സത്യം തെറ്റലസ്റ്റായ അദൃശ്യ ലോകത്തിന്റെ സത്യമാ. ആനുകാലിക ലോകം ഇത് അംഗീകരിച്ചിട്ടില്ല. ആനുകാലിക ലോകം ഇത് അംഗീകരിച്ചായിരുന്നെങ്കിൽ കൈവച്ച് പറയത്തില്ലായിരുന്നു ഇത് എന്നെ കൊണ്ടേ പോകത്തുള്ളെന്ന്. അദൃശ്യ ലോകത്തിൽ സംഭവിച്ച സത്യമാണിത്. ഏതാ? അവന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പറഞ്ഞാട്ടെ, യേശുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പക്ഷെ ആനുകാലിക യോഗം ഇതുവരെ അതിനെ അങ്ങ് ഉൾക്കൊണ്ടിട്ടില്ല. ആനുകാലിക ലോകം ഇപ്പോഴും പറയുന്നത്, എൻ്റെ അമ്മയുടെ 30ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മയ്ക്ക് ഇതേ രോഗം ഉണ്ടായിരുന്നു, എനിക്കും കൃപയാൽ ഇതുണ്ട്. അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന തെറ്റലസ്റ്റായി സത്യം ആനുകാലിക ലോകം തുറന്ന് സമ്മതിച്ചിട്ടില്ല. ആനുകാലിക ലോകം പറയുന്നത്, പിന്നെ അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാപ്പ ഈ നാട്ടിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ? ഞങ്ങളുടെ പിള്ളേരെ എന്തിനാ ഞങ്ങൾ ഡോക്ടറാക്കിയേ? അമ്മേ, പിന്നെന്തിനാ ഈ നാട്ടിലുള്ള മെഡിക്കൽ സ്റ്റോറൊക്കെ? കർത്താവെല്ലാം ചെയ്തു കഴിഞ്ഞു, അവന്റെ അടിപ്പിണ സൗഖ്യം വന്നിരിക്കുന്നത്. എൻ്റെ പൊന്ന് സാറേ, പിന്നെ ഈ പരിപാടിയുടെ വല്ല ആവശ്യമുണ്ടോ? വേറെ പണി നോക്ക. എന്താ ഇന്ന് അനുഭവിക്കുന്ന ഡിഫിക്കൽട്ടി? ആനുകാലിക ലോകത്തിന്റെ വാസ്തവവും വചനത്തിന്റെ വാസ്തവവും തമ്മിൽ ഒത്തുപോകുന്നില്ല. അവിടെയാണ് പ്രശ്നം എന്ന് മാത്രമല്ല, ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവർ പോലും ആനുകാലിക ലോകത്തിന് വളഞ്ഞു കൊടുക്കും, വചനത്തെ മറന്നു കളയും. ഹല്ലേലൂയ. സ്കാനിംഗ് റിപ്പോർട്ട് സേസ്, സ്കാനിംഗ് റിപ്പോർട്ട് എന്തു പറയുന്നു എന്ന് പറയാൻ നാം തയ്യാറാ. പക്ഷെ എഴുതപ്പെട്ട വചനം എന്തു പറയുന്നു എന്ന് പറയാൻ നമ്മൾ തയ്യാറല്ല. എന്നെ പരിശോധിച്ച ഡോക്ടർ എന്നെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഞാൻ പറയാനും വിശ്വസിക്കാനും തയ്യാറാ. പക്ഷെ എന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം എന്നെ പറ്റി പറഞ്ഞിരിക്കുന്നത്, ഹല്ലേലൂയ. ഇന്ന് ഈ ആലോചന പറയുമ്പോൾ ആനുകാലിക ലോകത്തിന്റെ വാസ്തവങ്ങൾ ഇവിടെ കെട്ടുകെട്ടുന്നു, വചനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഇവിടെ ഇറങ്ങുന്നു. ജീസസ് ഈസ് ദ ട്രൂത്ത്, ബാക്കിയെല്ലാം കള്ളവാ. യേശു മാത്രമേ സത്യമുള്ളൂ, ബാക്കിയെല്ലാം കള്ളവാ. കള്ളന്റെ കള്ളമല്ല ഇന്നിവിടെ കെട്ടുകെട്ടും, സത്യവാന്റെ സത്യമല്ല ഇന്നിവിടെ സ്ഥാപിക്കപ്പെടുന്ന സത്യം യേശു എന്ന സത്യമാണ്. അതിന് മുമ്പിൽ സകലതും ഉടഞ്ഞു മാറിയേ പറ്റൂ. നിങ്ങൾ തയ്യാറാവുകയാണ് എങ്കിൽ ആനുകാലിക ലോകത്തിനെതിരെ നീന്തുന്നവരിൽ നിങ്ങളെ ദൈവം നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. 8 വർഷമായി എൻ്റെ മുട്ടിൽ ഈ മുഴയുണ്ട്. 8 വർഷമായി മുട്ടിൽ ഈ മുഴയുണ്ട്. ഓക്കെ, അത് ഞാൻ കണ്ട് തൊട്ട് അറിഞ്ഞ യാഥാർത്ഥ്യമാണ്. അമ്മയും കാണിച്ചു, അമ്മ നോക്കമ്മ മുഴ. അപ്പനെയും കാണിച്ചു, അപ്പ നോക്കമ്മ മുഴ. ചേച്ചിയും കാണിച്ചു, ചേച്ചി മുഴ കണ്ടോ. പാസ്റ്ററേയും കാണിച്ചു, പാസ്റ്ററെ മുഴ കണ്ടോ. ഇത്രയും പേര് കണ്ട്, ഇത്രയും പേര് ഉറപ്പിച്ചിരിക്കുന്ന, പക്ഷെ വചനത്തിൽ എഴുതി വെച്ചിട്ടില്ല. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, നിന്റെ വലത്തെ കാലിൽ 1.25 ഇഞ്ച് നീളമുള്ള മുഴയും ഇടത്തെ കാലിൽ 1 ഇഞ്ച് നീളമുള്ള മുഴയും ഉണ്ടാകും. മൈ ഗോഡ്, ഒരു ഹല്ലേലൂയ പറഞ്ഞേ.
നമ്മൾ കാണുന്നതിനോട് പൊരുത്തപ്പെടാൻ തയ്യാറാണ്, പക്ഷെ എഴുതപ്പെട്ടതിനോട് നമുക്ക് പൊരുത്തപ്പെടാൻ തയ്യാറല്ല. ഈ കാണുന്നതും എഴുതപ്പെട്ടതുമായിട്ട് നമ്മൾ അങ്ങ് ഇടിച്ചു നോക്കും. ഞാൻ അതിൻ്റെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു വാസ്തവം പറയാവേ. കാണുന്നത് എഴുതപ്പെട്ട സത്യവും കാണുന്ന ലോകത്തിന്റെ യാഥാർത്ഥ്യവും നമ്മൾ ഇടിച്ചു നോക്കും. ഈ എഴുതപ്പെട്ട സത്യത്തിന് എപ്പോഴും സാത്താന്റെ പിന്തുണയുണ്ട്. കാരണം കാണുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് സാത്താന്റെ പിന്തുണയുണ്ട്. കാരണം പ്രസന്റ് വേൾഡ് അവന്റെ പിടിയില്ല, ആനുകാലിക ലോകം അവന്റെ അധീനതയിലാകയാൽ ആനുകാലിക ലോകത്തിൽ അവൻ കാണിക്കുന്നതിന് അവന്റെ സപ്പോർട്ടുണ്ട്. ആനുകാലിക ലോകം പറയുന്നു മരിച്ചു, പക്ഷെ എഴുതപ്പെട്ട വചനത്തിന്റെ യാഥാർത്ഥ്യം പറയുന്നു ഉറങ്ങുക. ഹലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയുന്നു നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും. പക്ഷെ യൗവനക്കാരൻ പറയുന്നു ഞാൻ ചർച്ചിൽ വരത്തില്ല. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലം അതിലെ നിവാസികളും യേശുവിനുള്ളത് വചനം പറയുന്നു. 1000 പേരെ കൂട്ടാൻ നമ്മൾ എത്ര പത്രപ്പാട് പെടും നമുക്കറിയാം. എവിടെ തെറ്റിയേ? കർത്താവിന്റെ വചനത്തിന് തെറ്റിയിട്ടില്ല, പക്ഷെ നമ്മുടെ മനസ്സിലാക്കൽ തെറ്റിയിട്ടുണ്ട്. കർത്താവിന്റെ വചനത്തിന് തെറ്റിയിട്ടുമില്ല, തെറ്റ് പറ്റത്തുമില്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കിയത് തെറ്റിയിരിക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. ഇന്ന് അതിനെ ഒന്ന് തിരുത്താൻ എത്ര പേർക്ക് തയ്യാറുണ്ട്? ഇന്ന് അതിനെ ഒന്ന് മറിക്കാൻ എത്ര പേർക്ക് തയ്യാറുണ്ട്? ആനുകാലിക ലോകത്തിന്റെ വമ്പിനെതിരെ വചനമെന്ന യാഥാർത്ഥ്യം പടവാള് പോലെ എടുക്കാൻ വീര്യമുള്ള എത്ര പേരിവിടെ ഉണ്ട്? ഇന്നത് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വചനത്തിന്റെ വാസ്തവം നിന്റെ മേൽ വ്യാപരിക്കാൻ പോവുകയാണ്. നീ ഇന്ന് വരെ തുടങ്ങിയ സകല ബിസിനസ്സും മുടിഞ്ഞിട്ടേ ഉള്ളൂ, പക്ഷെ നീ കണ്ണടച്ചങ്ങ് വിശ്വസിച്ചോ, യേശു എല്ലാം ചെയ്ത് കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് നീ ഒരു ബിസിനസ് തുടങ്ങിക്കോ. നീ രക്ഷപ്പെടും. അതുകൊണ്ട് എന്നാ കാര്യമെന്നറിയോ? എല്ലാം ചെയ്ത് കഴിഞ്ഞവനെയാണ് നിന്റെ ബിസിനസ്സിൽ നീ നിർത്തുന്നത്, എല്ലാം ചെയ്ത് കഴിഞ്ഞവനെയാണ് നിന്റെ വീട്ടിൽ നീ നിർത്തുന്നത്, എല്ലാം ചെയ്ത് കഴിഞ്ഞവനെയാണ് നിന്റെ സാഹചര്യത്തിൽ നീ നിർത്തുന്നത്. കുന്നംകുളത്ത് ആനുകാലിക ലോകത്തിന്റെ യാഥാർത്ഥ്യം വിളിച്ചു പറയുന്നു, ഇത് എന്റെ പിടി കിടക്കുന്ന മണ്ണാണ്, പക്ഷെ എഴുതപ്പെട്ട വചനം പറയുന്നു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇവിടുത്തെ പിശാച് പറയുന്നു ഞാൻ നിന്നെ പുറത്താക്കും, പക്ഷെ എഴുതപ്പെട്ട വചനം പറയുന്നു പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തത്തില്ല. ഈ എപ്പിസോഡിൽ നിങ്ങളെ കേൾക്കുവാനും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനും കർത്താവ് ഒരുക്കിയ നല്ല സന്ദർഭങ്ങൾക്കായിട്ട് സ്തോത്രം. ലോകരാജ്യങ്ങൾ ഞങ്ങളെ കാണുന്നവരെ ഈ സത്യം തിരിച്ചറിയുക. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, തെറ്റലസ്റ്റായി. കർത്താവ് സകലവും ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ തന്നെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും. കർത്താവെ, ലോകരാജ്യങ്ങളിൽ ഇൻ്റർനെറ്റിലൂടെയും യൂട്യൂബുകളിലൂടെയും കർത്താവെ ടി വിയിലൂടെയും ഞങ്ങളെ കാണാൻ പോകുന്ന ലക്ഷക്കണക്കിന് വ്യക്തികൾക്ക് വേണ്ടി ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവസാന്നിധ്യം ഓരോ കുടുംബങ്ങളിലേക്കും വ്യാപരിക്കട്ടെ. ഇന്നിവിടെ നടന്ന അത്ഭുതങ്ങളുടെ വലിയ അത്ഭുതങ്ങൾ അവരുടെ വീടുകളിൽ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവ് അത് ചെയ്ത് കഴിഞ്ഞതിനാണ് സ്തോത്രം. താങ്ക് യു ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ആമേൻ. ഈ എപ്പിസോഡിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. സ്ക്രീനിൽ തുടർമാനമായി കാണുന്ന പ്രാർത്ഥന നമ്പറുകൾ വേഗത്തിൽ വിളിച്ചാട്ടെ. പ്രാർത്ഥനാ പങ്കാളികൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.